ഇപ്പോൾ ഇതാണ് പാഴൂർ പടുതോൾ മന. ഈ മനയിലാണ് ശരിക്കും പറയാൻ നമ്മുടെ ലാലേട്ടൻ്റെ പഴയ സിനിമയായ പവിത്രം, അതുപോലെ മമ്മൂക്കൻ്റെ ഉട്ടോപ്യയിലെ രാജാവ്, അഗ്നിസാക്ഷി, പിന്നെ ഈ അടുത്തിറങ്ങിയ കുമാരി എന്ന് പറയുന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തേക്കണം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ ഒരു പുതിയ സെഗ്മെൻറ്റ് തുടങ്ങുകയാണ്. ലൊക്കേഷൻ റീവിസിറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇത് സംഭവം മറ്റൊന്നുമല്ല, മലയാള സിനിമകളിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള പല ലൊക്കേഷനുകളും ഉണ്ട്. അവിടെ നമ്മൾ റീവിസിറ്റ് നടത്തുന്നതാണ് ശരിക്കും ഈ ലൊക്കേഷൻ റീവിസിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പാഴൂർ പടുതോൾ മന എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 8 കെട്ട് മനയാണ് ശരിക്കും ഇത്. ശരിക്കും കേരളത്തിൽ ആകെ 8 കെട്ട് മന ആകെ 2 ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. അതിലൊന്ന് പെരുമ്പാവൂരുള്ള ഒരു മനയാണ്, 2 ഈ പറഞ്ഞ പടുതോൾ മനയാണ്. ശ്രീ ശങ്കരാചാര്യരുടെ അമ്മാത്ത് വീടായിട്ടാണ് ഈ പടുതോൾ മന അറിയപ്പെടുന്നത്. ഏകദേശം 1500 വർഷം പഴക്കമുള്ള പാഴൂർ പടുതോൾ മന പടിപ്പുര ഇല്ലാത്ത ഒരു മനയാണ്. പടിപ്പുര ഇല്ലാത്തതിൻ്റെ കാരണമായിട്ട് ഐതിഹ്യം പറയുന്നത് എന്ന് വെച്ചാൽ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു ശാപമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പടിപ്പുര വേണ്ടാന്ന് വെക്കാനുള്ള തീരുമാനം എന്നാണ് പറയുന്നത്. മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്താണ് ശരിക്കും ഈ പടുതോൾ മന സ്ഥിതി ചെയ്യുന്നത്. നല്ല ഒരു കൽപ്പടവ് ഇവിടെയുണ്ട്. ശരിക്കും ഈ മനയുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പിറവം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. എറണാകുളത്ത് നിന്ന് 30 കിലോമീറ്റർ മാത്രമേ ശരിക്കും ഈ മനയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്.
ഈ കാലഘട്ടത്തിലെ സിനിമയിൽ മനയൊന്നും ആവശ്യം വരുന്നില്ല. എങ്കിൽ പോലും മനയുടെ ആവശ്യം വന്ന് നമ്മൾ നേരെ വിടുന്നത് പാലക്കാട്ടിട്ടാണ്. നമുക്കറിയാം നമ്മുടെ വരിക്കാശ്ശേരി മന ഉൾപ്പെടെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള മനകൾ അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു മനയുള്ളത് ശരിക്കും ഷൂട്ടിംഗ് സൗകര്യത്തിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസരമാണ്. ശരിക്കും എറണാകുളത്ത് നിന്ന് ആകെ 30 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ പടുതോൾ മനയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു ലൊക്കേഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും